യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചു. ഇനി നിങ്ങൾ മരിക്കേണ്ടവരല്ല, നിങ്ങൾ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് അവൻ മരിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. ഇന്ന് പകൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിത്യജീവനിൽ കടന്നിരിക്കുകയാണ്. മരണത്തിന് നിങ്ങളെ ഇനി പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. മരണത്തിന് നിങ്ങളെ കീഴടക്കുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മരണത്തെ ജയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും കുറിച്ച് രേഖപ്പെടുത്തിയൊരു സാക്ഷ്യമുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു, എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ക്രൂശിൽ യേശുവിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. അതെ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഞാൻ പാപിയാണെങ്കിൽ ഞാൻ മരിക്കണം, നിങ്ങൾ പാപിയാണെങ്കിൽ നിങ്ങളും മരിക്കണം. എന്നാൽ നമ്മൾ മരിക്കേണ്ടതിന് പകരം അവൻ ആ ശമ്പളം അങ്ങ് ഏറ്റുവാങ്ങി. ക്രൂശിൽ അവൻ നമുക്ക് പകരമായി മരിച്ചു. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അതെത്ര വലുതാണെന്നറിയാൻ നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. അവൻ്റെ പുറമുഴവ് ചാലുകൾ പോലെ കീറി. നിങ്ങൾ ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയില്ല. അവനെ കണ്ണുകെട്ടി തല്ലി, മുഷ്ടി ചുരുട്ടി കുത്തി, ആയിരങ്ങളുടെ നടുവിൽ അവൻ തലകുനിച്ചു നിന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് അവസാന തുള്ളി രക്തവും പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. നിങ്ങൾ നിത്യജീവനിൽ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനുമുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.